അപ്പോ അനന്തു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പം ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് അനന്തുവിനെ ഞാൻ കാണുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ട് കണ്ടത് എപ്പോഴാണ്? കഴിഞ്ഞ വർഷം 2024 ഒക്ടോബറിലാണ് കണ്ടത്. അപ്പൊ അനന്തുവിന് എന്തുകൊണ്ടാണ് അനന്തു ഇവിടെ വന്നത്? എന്റെ സോഷ്യൽ ആൻസൈറ്റിയും പബ്ലിക് സ്പീക്കിങ്ങിന്റെയും ട്രെയിനിങ്ങിന് വേണ്ടിയാണ് വന്നത്. പിന്നെ എങ്ങനെയാണ് ആങ്കേഴ്സ് വേൾഡിനെ പറ്റി, എന്റെ ഈ ലൈഫ് ട്രാൻസ്മിഷൻ സെന്ററിനെ പറ്റി അറിഞ്ഞത്? ഇൻസ്റ്റാഗ്രാം വഴിയാണ് അറിഞ്ഞത്. ഫോൺ ചെയ്ത് സ്റ്റാഫിനെ കോണ്ടാക്ട് ചെയ്ത്, മാമിന്റെ സ്റ്റാഫിനെ കോണ്ടാക്ട് ചെയ്ത് ഇപ്പോഴാണ് ഇവിടെ വരാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് ഈ ആങ്കേഴ്സ് വേൾഡിൽ വന്നത്, മാമിനെ കണ്ട് സംസാരിച്ചത്. അപ്പൊ അനന്തുവിന് ഓർമ്മയുണ്ടോ നമ്മുടെ ആദ്യത്തെ കൂടിക്കാഴ്ച? എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു എന്റെ സ്റ്റാഫ് പറഞ്ഞു അനന്തു കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരാൻ പോകുന്നത്. അപ്പൊ ഒരു 6 മണിക്ക് ശേഷമാണ് അനന്ത് വന്നത്. ആ സമയത്ത് ഞാനിവിടെ എന്ന് വെച്ചാൽ ഈ ട്രെയിനിങ് സെന്ററിൽ ഒറ്റയ്ക്ക് ഇരിക്കുവായിരുന്നു. അപ്പൊ അനന്തുവിന് ഓർമ്മയുള്ളതെന്ന് പറഞ്ഞ അന്നത്തെ ആ ഒരു എക്സ്പീരിയൻസ്. ഞാൻ ഇവിടെ വന്നപ്പോ ശരിക്കും മാമിനെ കണ്ടപ്പോ ഞാനും നല്ല ശരിക്കും വരണ്ടു പോയി. ശരിക്കും നല്ല എനിക്ക് ലേഡീസിനോട് അത്ര ഇൻട്രാക്ഷൻ പോരാ. കൂടുതലും ഞാൻ അങ്ങനെ ആരോടും അങ്ങനെ സംസാരിക്കാറില്ല. ആയിരുന്നില്ല. ഇവിടെ വന്ന് അതെ, എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഞാൻ അനന്തുവിനോട് എന്തെങ്കിലും ചോദിക്കാൻ നേരത്ത് അനന്തു ആകെ വിറച്ച് എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പൊ ഞാൻ വീണ്ടും അനന്തുവിനോട് പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഞാൻ എന്റെ സ്റ്റാഫിനെ പോയി വിളിച്ചു. ഞാൻ ചോദിച്ചു, എനിക്ക് തോന്നുന്നു സ്വപ്നയാണ് അനന്തുവിനോട് കൂടുതൽ സംസാരിച്ചത്, അതോ ജെനിയാണോ? ജെനി. അപ്പം ജെനിയാണെന്ന് തോന്നുന്നു കൂടുതൽ സംസാരിച്ചത്. അപ്പൊ ഞാൻ ജെനിയോട് അനന്തുവിന് എന്താ വേണ്ടത് ആക്ച്വലി എന്ന് ഞാൻ വീണ്ടും റീകൺഫേം ചെയ്തു എന്റെ ടീമിന്റെ അടുത്ത്. അപ്പം പറഞ്ഞു, മാം ഒത്തിരി പ്രാവശ്യം കോൾ ചെയ്തു, ഇങ്ങനെ ജീവിതം മാറ്റാൻ താല്പര്യമുണ്ട്, പേടി മാറ്റണം, ബെറ്റർ ആവണം ലൈഫിലെന്ന്. അങ്ങനെയല്ലേ കോൺവെർസേഷൻ ഉണ്ടായിരുന്നത്. അപ്പോ ഞാൻ തിരിച്ചു വന്നു. എന്നിട്ട് ഞാൻ അനന്തുവിനോട്, അനന്തു ഇവിടെ നിൽക്കാൻ നേരത്ത് തിരിച്ച് റിസപ്ഷനിലേക്ക് പോയായിരുന്നു. എന്തിനായിരുന്നു? ആൻസൈറ്റിക്ക് മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു. എത്ര നാളുകൊണ്ട് ആൻസൈറ്റിക്ക് മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു? 4-5 വർഷമായിട്ട് ആൻസൈറ്റിക്ക് മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ മെഡിസിൻ എടുത്തു കഴിയുമ്പോ എന്തായിരുന്നു ഫീൽ ചെയ്തിരുന്നത്? റിലീഫ് കിട്ടുമായിരുന്നു. എല്ലാ ഫീലിംഗ്സും കുറച്ച് ഒരു കുറച്ചു നേരത്തേക്ക് ഒരു ഫീലിംഗും ഇല്ല, നമ്പായിരിക്കും. അതാണ് തോന്നിയത്. ഓക്കെ, റൈറ്റ്. അപ്പം അതിനുശേഷം എനിക്ക് തോന്നുന്നു ഞാൻ അനന്തുവിനോട് പറഞ്ഞു, എനിക്കൊരു സത്യം പറഞ്ഞാൽ എന്റെ ഇത്രയും നാളത്തെ ട്രെയിനിങ് ലൈഫിൽ ഒരു ശകലം എനിക്ക് കോൺഫിഡൻസ് കുറവ് തോന്നിയത് എനിക്ക് തോന്നുന്നു അനന്തുവിന്റെ അടുത്താണ്. കാരണം ഞാൻ എന്നിട്ട് അനന്തുവിനോടത്തൊരു ഫോം ഒക്കെ ഫില്ല് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അനന്തുവിന് നേരെ ഫോം ഒന്നും ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അനന്തുവിനെ എങ്ങനെ പഠിപ്പിക്കും, കാരണം അത് ഗ്രൂപ്പ് കോച്ചിങ് ആയിരുന്നു, കുറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അനന്തുവിന്റെ അന്ന് നമ്മുടെ കോൺവെർസേഷൻ ഓർമ്മയുണ്ടോ? എന്താ ഞാൻ സംസാരിച്ചത്? നമുക്ക് ശ്രമിക്കാമെന്ന് പറഞ്ഞല്ലേ. ഞാൻ ഗ്യാരണ്ടി ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? അപ്പൊ ഗ്യാരണ്ടി ഒന്നും പറയുന്നില്ല, പിന്നെ ഫീസ് കുറച്ച് കൂടുതലാണ്, അപ്പൊ അടയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോ അനന്തുവിന്റെ കയ്യിലിരിക്കുന്ന കാശ് എടുത്ത് അനന്തു വന്നിട്ട് പറഞ്ഞു, മാം എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു. ആ ഒരൊറ്റ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത്. ആ സമയത്ത് അനന്തുവിന് എന്താണ് തോന്നിയത്? രക്ഷപ്പെടുമെന്ന് തോന്നിയോ? എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു ഇവിടെ രക്ഷപ്പെടാൻ പറ്റുമെന്ന്. പിന്നെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തു. ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല, എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തു, ഇമ്പ്രൂവ് ആയി വന്നു. ആദ്യം ശരിക്കും ഞാൻ പുറകിലേക്ക് പോയതാണ്. ക്ലാസ്സുകളൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ പുറകിലേക്ക് പോയതാണ്. പിന്നെ അന്ന് അനന്തു എനിക്ക് തോന്നുന്നു ഗൂഗിൾ മീറ്റില് വരാൻ നേരത്ത് അനന്തു നേരെ ക്യാമറയിലൊന്നും വരത്തില്ലായിരുന്നു. എല്ലാം കൂടി ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് അനന്തു ഇരിക്കുവായിരുന്നു. അപ്പൊ എനിക്കും ഒരു ടെൻഷൻ എന്താന്ന് വെച്ചാൽ, ഞാൻ ഈ അനന്തുവിന് വേണ്ടി ഞാൻ സ്പെഷ്യലി പ്യുവർ മലയാളത്തിലും പിന്നെ ഇംഗ്ലീഷിൽ ഓരോ വാക്കുകൾ ലെറ്റർ എടുത്തെടുത്ത് പറയുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ അനന്തുവിന് ഓരോന്ന് എഴുതിപ്പിച്ചത്. അപ്പം അനന്തുവിന് ഈ പ്രോസസ്സിൽ എന്താണ് തോന്നുന്നത്? അന്ന് നിന്ന ഒരു അവസ്ഥയും ഇന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയും എന്താണ്? നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇപ്പൊ ഒരാള് ഫേസ് ചെയ്ത് നിൽക്കാൻ പറ്റും. ഇപ്പൊ ജോലി സ്ഥലത്ത് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. ആദ്യം ജോലി സ്ഥലത്ത് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ഭയങ്കര പേടിയായിരുന്നു നിൽക്കാൻ വേണ്ടി, ഫ്ലോറിലൊക്കെ നിൽക്കാൻ വേണ്ടി പേടിയായിരുന്നു. ഇപ്പോഴോ നല്ല ധൈര്യത്തോടെ നിൽക്കുമായിരുന്നു. ധൈര്യത്തോടെ നിൽക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നു അന്ന് ഒരു മാസം കഴിഞ്ഞോ അതോ 4 ആഴ്ച കഴിഞ്ഞപ്പം ഞാൻ എല്ലാരോടും ചോദിക്കും എന്തൊക്കെ റിസൾട്ട്സ് ആണ് നിങ്ങൾക്ക് ട്രെയിനിങ്ങിലൂടെ കിട്ടുന്നതെന്നൊക്കെ. അപ്പം അന്നത്തെ ഒരു ഇതില് അനന്തു എന്നോട് പറഞ്ഞത്, മാഡം ഞാൻ മാഡത്തിനോട് പറയാത്തതാണ്, അനന്തു ടാബ്ലറ്റ്സ് നിർത്തിയായിരുന്നു അല്ലേ? എപ്പോഴായിരുന്നു നിർത്തിയത്? 1 മാസത്തിനുള്ളിലായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്തുവാണ് പറഞ്ഞത്? നിർത്തിയെന്ന് പറഞ്ഞു. ഡോക്ടറിനെ കാണാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അല്ലേ?
ഓക്കെ. അപ്പം ആ ഒരു ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മെഡിസിൻസ് നിർത്താനോ ഒന്നും നമ്മൾ പറയാറില്ല. അത് ഓരോരുത്തരുടെ വിശ്വാസം. പക്ഷേ ലൈഫിൽ എന്തൊക്കെയാണ് തിരിച്ചു കിട്ടിയെന്നാണ് തോന്നുന്നത്? ലൈഫില് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വന്നു. ജോലി സാഹചര്യത്തിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ്, സാലറി കൂടി, പിന്നെ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു. ആദ്യം പഠിക്കാൻ പറ്റുമോ എന്നുള്ള വിശ്വാസം ഇല്ലായിരുന്നു അല്ലേ? കോൺഫിഡൻസ് വന്നു. പിന്നെ മടിയൊക്കെ കുറെയൊക്കെ മാറി. മടി മാറി. ഇപ്പൊ കുറെയൊക്കെ മടിയൊക്കെ മാറി. ഹെൽത്തിന്റെ ഒക്കെ കുറച്ചൊക്കെ ബെറ്റർ ആയി ഒക്കെ മാറി. അന്ന് വന്ന ഒരു അനന്തു അല്ല ഇന്ന് വന്നിരിക്കുന്നത് അല്ലെ? ഒത്തിരിയേറെ വ്യത്യാസം ഉണ്ട് അനന്തുവിന്. നല്ല ചേഞ്ചസ്. അപ്പം ആ ഒരു ചേഞ്ചസിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അനന്തുവിനെ അറിയുന്ന? ഞാനങ്ങനെ അധികാരമായിട്ടും ഇൻട്രാക്ഷൻ വെക്കാറില്ല. ഓഫീസിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? എന്ത് വ്യത്യാസമാണ്? നല്ല മാറ്റം വരുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അനന്തു ഇവിടെ ജോയിൻ ചെയ്തപ്പോ, ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്തപ്പോ അനന്തു ഒരു ഓഫീസ് ബോയ് ആയിരുന്നു അല്ലേ? ഓഫീസ് ബോയ്. ഇപ്പൊ എന്താണ് അനന്തു? ഇവിടെ അവിടുത്തെ മെയിൻ സ്റ്റാഫാണ്. സ്റ്റാഫാണ്. ഓക്കെ. അപ്പം ഇനി എന്തൊക്കെയാണ് ലൈഫിൽ പ്ലാൻ? ലൈഫിൽ ലോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്ന്. പ്ലസ് വൺ ഇപ്പൊ ഞാൻ പരീക്ഷ കഴിഞ്ഞ് എഴുതാൻ പറ്റുമെന്ന് ഉറപ്പില്ലായിരുന്നു. എന്നാലും എന്റെ ഒരു ഐഡിയ വെച്ച് എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം പാസ്സാണെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അപ്പോ എല്ലാരോടും എന്താണ് പറയാനുള്ളത്? എല്ലാരും നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുക, ഒന്നിനും തളരാതെ നടക്കുക. ഇവിടെ നിന്ന് എന്താണ് പഠിച്ചിരിക്കുന്നത്? ഇവിടുന്ന് നല്ല ട്രെയിനിങ് എടുക്കുക. നമ്മള് മറ്റൊരാളുടെ ഹെൽപ്പ് ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ മറ്റൊരാളുടെ ഹെൽപ്പ് ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്റെ ലൈഫിൽ നിന്ന് മനസ്സിലായത്. ഇപ്പം ഇവിടെ വന്ന് ട്രെയിനിങ് എടുത്തതിന് ശേഷം വന്ന വ്യത്യാസം കണ്ടിട്ട് എല്ലാവരോടും എന്താ പറയാനുള്ള? ഈ ഇങ്ങനെ ഡിസിഷൻ എടുക്കാതെ പിന്നെ ചെയ്യാന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ഡിസിഷൻ എടുക്കണം. നമ്മൾ എപ്പോഴാലും ഡിസിഷൻ എടുക്കേണ്ടി വരും. ഒരു സമയത്ത് എടുക്കേണ്ടി വരും അല്ലേ? നമ്മള് സ്റ്റക്കായി നിൽക്കും, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഹാപ്പി ആണോ ലൈഫിൽ ഇപ്പം? ഭയങ്കര ഹാപ്പി. ഓക്കെ, വണ്ടർഫുൾ. താങ്ക് യു സോ മച്ച്. ഇപ്പം ആങ്കേഴ്സ് വേർഡിൽ എന്റെ ലൈഫ് കോച്ചിങ് സെന്ററിൽ വരും മുന്നേ ഉള്ള അനന്തുവിന്റെ ഡെഫിനിഷൻ, ഇപ്പോഴത്തെ അനന്തുവിന്റെ ഡെഫിനിഷൻ എന്താണ്? മുമ്പ് ഞാൻ കുറെ കമ്പനികളിൽ ജോലി ഉണ്ടായിരുന്നു. പകുതിക്ക് വെച്ച് ഞാൻ ടെൻഷനും പേടിയും മടിയൊക്കെ കാരണം ഇട്ടു പോകുന്നുണ്ടായിരുന്നു. നല്ല കമ്പനികളിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പേടിയും മടിയൊക്കെ കാരണം ഇട്ടു പോകുന്നതാണ്. ഇപ്പൊ അവിടെ നിന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി മാനേജർ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഉയർന്ന പോസ്റ്റിലേക്ക് എന്തെങ്കിലും ആവുമായിരുന്നു. ഇപ്പോഴത്തെ അനന്തുവിൽ എന്താണ്? ഇപ്പൊ എല്ലാത്തിനും ചെയ്യണം, എല്ലാത്തിനും നിക്കണം എന്നുള്ളൊരു ഇതുണ്ട്, ആഗ്രഹമുണ്ട്. ഈ മാജിക്കൽ പ്രോസസ്സസിൽ വിശ്വാസം ഉണ്ടോ? പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് മാം. ഇപ്പൊ വിശ്വസിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ആ ചേഞ്ചസ് കണ്ടിട്ടാണ് വിശ്വസിക്കുന്നത്. ട്രെയിനിങ്ങിൽ വന്നു കയറിയപ്പോ അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു? ആദ്യമൊന്നും അത്ര വിശ്വാസം ഇല്ലായിരുന്നു. പിന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു, ട്രെയിനിങ് ഒക്കെ ഇതായി വന്നപ്പോ വിശ്വസിച്ചു.